ഇന്നലെ വൈകിട്ടുണ്ടായ അപകടത്തിൽ 5 MBBS വിദ്യാർത്ഥികളാണ് മരിച്ചത്. സിനിമ കാണാൻ പോയ വിദ്യാർത്ഥികളുടെ വാഹനം KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. അതിൽ ലക്ഷദ്വീപ് സ്വദേശിയായ വിദ്യാർത്ഥിയുടെ സംസ്കാരം ഉച്ചയോടെ എറണാകുളത്ത് ടൗൺ ജുമാ മസ്ജിദിൽ നടന്നിരുന്നു. ഇപ്പോൾ ശ്രീദീപിൻ്റെ സംസ്കാരമാണ് ഇനി നടക്കേണ്ടത്. നിഖിൽ പ്രമേഷുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചോ? ഗോകുൽ വീട്ടിലെ പൊതുദർശനം പൂർത്തിയാക്കി ഏതാണ്ട് 5 മിനിറ്റ് മുൻപ് ഇവിടെ നിന്ന് മൃതദേഹം ചന്ദ്രനഗറിലെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ വെച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഏതാണ്ട് ഒരു 45 മിനിറ്റ് നേരം മാത്രമാണ് വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നത്. ആ സമയത്ത് ശ്രീദീപിനൊപ്പം പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, നേരത്തെ പഠിച്ചിരുന്ന സ്കൂളിലെ അധ്യാപകർ, ഈ അമ്മയ്ക്കൊപ്പം ജോലി ചെയ്തിരുന്ന അഭിഭാഷകർ, അവരെല്ലാവരും തന്നെ ഈ വീട്ടിലേക്ക് എത്തിച്ചേർന്ന് ശ്രീദീപിനെ അവർ നമുക്ക് കാണുന്നതിന് വേണ്ടി എത്തിച്ചേർന്നത്. അവരെല്ലാവരും തന്നെ ഇപ്പോൾ ചന്ദ്രനഗർ ശ്മശാനത്തിലേക്ക് പോയിരിക്കുകയാണ്. അങ്ങേയറ്റം വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങൾക്കാണ് ഇന്നിപ്പോൾ ഈ ശ്രീദീപിന്റെ ശേഖരിപുരത്തെ വീട് സാക്ഷ്യം വഹിച്ചത്. സത്യത്തിൽ ഈ വിയോഗം ഉൾക്കൊള്ളാൻ ഈ നാടിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്രയധികം വേദന തളം കെട്ടി നിൽക്കുന്ന നിമിഷങ്ങളായിരുന്നു നമുക്ക് ഈ വീട്ടിൽ കാണാൻ കഴിഞ്ഞത്. ഇന്നലെ വരെയും ഈ വീടുമായും വീട്ടുകാരുമായൊക്കെ ബന്ധം വെച്ച് പുലർത്തിയിരുന്ന, രാത്രി സിനിമ കാണാൻ പോകുന്നു വീട്ടുകാരെ നേരത്തെ അറിയിച്ചിരുന്ന അത്ര അടുപ്പമുണ്ടായിരുന്ന ഒരു കുട്ടി, നാട്ടുകാരെല്ലാവരുമായി വളരെ നല്ല സൗഹൃദം വെച്ച് പുലർത്തിയിരുന്ന ഒരു 20-കാരനെയാണ് ഈ നാടിന് നഷ്ടമായിരിക്കുന്നത്. ആദ്യ ശ്രമത്തിന് ശേഷം നന്നായി പരിശ്രമിക്കുകയും രണ്ടാം തവണ MBBS സീറ്റ് നേടി പഠനത്തിന് ചേരുകയും ചെയ്ത് നാട്ടിലെത്തുന്ന സമയത്തൊക്കെ അടുത്തുള്ള ആളുകളും കൂട്ടുകാരും ഒക്കെ വളരെ നല്ല സൗഹൃദം വെച്ച് പുലർത്തിയിരുന്ന, പഠനത്തിനപ്പുറത്തേക്ക് കലാകായിക മേഖലയിലെല്ലാം തന്നെ രംഗത്തെല്ലാം തന്നെ മികവ് പുലർത്തിയിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഈ നാടിനെ നഷ്ടമായിരിക്കുന്നത്. ആ തരത്തിലുള്ള ഒരു വേദനയാണ് ഇപ്പോൾ നമ്മളിവിടെ എത്തുമ്പോൾ നാട്ടുകാരിൽ നിന്നെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഭാരത് മാതാ സ്കൂളിലെ അധ്യാപകനായ വത്സൻ, അഭിഭാഷക ബിന്ദു ദമ്പതികളുടെ ഏക മകനാണ് ശ്രീദീപ്. ഈ അച്ഛൻ പഠിപ്പിക്കുന്ന ഭാരത് മാതാ സ്കൂളിൽ തന്നെയായിരുന്നു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഹഡിൽസ് താരമായിരുന്നു ശ്രീദീപ്. രണ്ടാമത്തെ ശ്രമത്തിലാണ് എൻട്രൻസിലൂടെ മെഡിക്കൽ പഠനത്തിന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയത്. ഈ അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ ചന്ദ്രനഗറിലെ പൊതുശ്മശാനത്തിൽ നടക്കുമെന്നുള്ളതാണ് നമുക്ക് ബന്ധുക്കളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ നിന്ന് മൃതദേഹം അല്പസമയത്തിനകം ആംബുലൻസിൽ ഈ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വലിയൊരു ജനക്കൂട്ടം തന്നെ അതിനെ അനുഗമിച്ചുകൊണ്ട് ഇപ്പോൾ ശ്മശാനത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗോകുൽ, നിഖിൽ, ഇന്നലെ വൈകിട്ട് കൂടി വീട്ടിലേക്ക് വിളിച്ചതാണ്. ഈ സിനിമയ്ക്ക് പോകുന്ന വിവരമൊക്കെ വീട്ടിൽ പങ്കുവച്ചതുമാണ് ശ്രീദീപ് എന്നാണ് ബന്ധുക്കളൊക്കെ പറഞ്ഞത്. അതിനുശേഷം ഇങ്ങനെയൊരു വിയോഗ വാർത്ത അപ്രതീക്ഷിതമെന്നതിനപ്പുറത്തേക്ക് അത് ഉണ്ടാക്കുന്ന വേദന എത്രത്തോളം എന്ന് പറഞ്ഞറിയിക്കാനാവുന്നില്ല. തീർച്ചയായിട്ടും ആറ് ഞെട്ടലിലാണ് സത്യത്തിൽ ഈ നാട് ഒന്നടങ്കം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതൊരു കൽപ്പാത്തി ഗ്രാമത്തെയൊക്കെ സൂചിപ്പിക്കുന്നത്, അതിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഗ്രാമമാണ് ഗോകുൽ. ഈ കൽപ്പാത്തിയുടെ ഒരു തുടക്കം എന്ന് നമുക്ക് പറയാൻ കഴിയും. ശേഖരിപുരത്തെ ഈ ഭാഗം അത്തരത്തിലുള്ള അതിനെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതൊക്കെ. അത്തരത്തിലുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് എല്ലാവരുമായി നല്ല ബന്ധം വെച്ച് പുലർത്തുന്നത്, അടുത്തടുത്ത് ചേർന്ന് നിൽക്കുന്ന വീടുകളാണ് ഈ ഗ്രാമത്തിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ അടുത്തുള്ള വീടുകളിലുള്ള ആളുകളും ഒക്കെയായി വളരെ നല്ല ബന്ധമാണ് വെച്ച് പുലർത്തിയിരുന്നത്. ഇന്നിപ്പോൾ മൃതദേഹം ഇവിടേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അടുത്തുള്ള വീടുകളിലെ അമ്മമാരും ഒക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവസാനമായി ശ്രീദീപിനെ ഒരു നോക്ക് കാണാൻ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നത്. വളരെ വേഗത്തിൽ ഈ മറ്റു നടപടികൾ, അതായത് പൊതുദർശന ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയാക്കി രാവിലെ കോളേജിലടക്കം പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. വളരെ വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ അധിക സമയം കാത്തിരിക്കാതെ എല്ലാവരും ശ്രീദീപിന് വേണ്ടി ഇവിടെ കാത്തിരിക്കുകയായിരുന്നു ഈ നാട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഏതാണ്ട് 45 മിനിറ്റ് കൊണ്ട് ഈ പൊതുദർശന ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കി സംസ്കാരത്തിന് വേണ്ടി ഇപ്പോൾ ചന്ദ്രനഗറിലേക്ക് മൃതദേഹം കൊണ്ടുപോയിരിക്കുകയാണ്. അല്പസമയത്തിനകം ചന്ദ്രനഗറിലെ പൊതുശ്മശാനത്തിൽ വെച്ച് സംസ്കാര ചടങ്ങുകൾ നടക്കും. അങ്ങനെ ആ 20-കാരനെ ഈ നാട് വിട ചൊല്ലുകയാണ്. അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള കാഴ്ചകളായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടി അപകടം നടന്നതിന് പിന്നാലെ ഈ വാർത്ത, ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചു എന്നുള്ള വാർത്ത ഈ നാട്ടിലേക്ക് എത്തിയപ്പോഴും ശ്രീദീപിന് ജീവൻ നഷ്ടമായി എന്ന് ഈ നാട് വിശ്വസിച്ചിരുന്നില്ല. ഇന്ന് രാവിലെ വരെയും രക്ഷിതാക്കളൊക്കെ ഒക്കെ തന്നെ അവന് അപകടം പറ്റിയെന്ന് മാത്രമേ അവർക്ക് വിവരങ്ങൾ ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ രാവിലെയോടുകൂടി കൃത്യമായ വിവരങ്ങൾ ലഭ്യമാവുകയായിരുന്നു. ഈ അപകടത്തിൽ തങ്ങളുടെ മകനും ഉൾപ്പെട്ടു എന്നുള്ള വിവരം ലഭിക്കുകയായിരുന്നു. രാവിലെ മുതൽ തന്നെ ശ്രീദീപിന്റെ കൂട്ടുകാർ, അതായത് ഒപ്പം പഠിച്ചിരുന്നവരുമൊക്കെ ആയിട്ടുള്ള കൂട്ടുകാരൊക്കെ ഇവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അവരൊക്കെ തന്നെ പങ്കുവച്ചത് അങ്ങേയറ്റം വേദനയും കണ്ണീരോടുകൂടിയാണ്. വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാനാവാത്ത വിധം വേദനയാണ്. അച്ഛൻ്റെ അമ്മയുടെയും ഏക മകനായിരുന്നു ശ്രീദീപ്, മിടുമിടുക്കനായ വിദ്യാർത്ഥി. പക്ഷേ മരണം അപ്രതീക്ഷിതമായി ആ കുട്ടിയുടെ ജീവൻ എടുക്കുമ്പോൾ അതിൻ്റെ തീരാ ദുഃഖത്തിലാണ് ബന്ധുക്കളും വീട്ടുകാരും സുഹൃത്തുക്കളുമെല്ലാം. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ശ്രീദീപിൻ്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും.